ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എസ്കർ ലാൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട്. സോ നമ്മൾ ഇന്ന് വീഡിയോ നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഡ്രീം ലെവൻ കളിക്കുന്ന നിങ്ങളാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ വിൻ ചെയ്യണം. അപ്പോൾ ജിയിലൊക്കെ വിൻ ചെയ്യണം പറഞ്ഞാൽ നിങ്ങൾ മസ്റ്റായി ട്രൈ ചെയ്തിരിക്കേണ്ട കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് വീഡിയോ പറഞ്ഞു തരാൻ പോകുന്നത്. സോ നിങ്ങൾ മസ്റ്റായിട്ട് വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക. അതുപോലെ നമ്മൾ ടെലിഗ്രൂപ്പ് ചോദിച്ചാൽ തീർച്ചയായിട്ടും ടെലിഗ്രൂപ്പ് ചോദിച്ചാൽ എല്ലാ മാച്ചസിൻ്റെ ടീമും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ടെലിഗ്രൂപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. IPL മാച്ച് അപ്പോൾ മസ്റ്റായി നിങ്ങൾ ടെലിഗ്രൂപ്പ് ചോദിച്ചാൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫസ്റ്റ് കമൻറ്റിലും കൊടുക്കുന്നത്, അതുപോലെ തന്നെ ബയോയിലും കിട്ടുന്നത്, നമ്മുടെ ചാനൽ ബയോയിലും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ മസ്റ്റ് ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മൾ നോക്കുകയാണെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾ എങ്ങനെ ടീം ഇടുന്ന കാര്യത്തിൽ കുറച്ച് ശ്രദ്ധിക്കേണ്ട കുറച്ച് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം നമുക്ക് പറഞ്ഞു പോകാം. സോ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ടീം ഓപ്ഷൻ എടുക്കുക, ടീം ഇടാനുള്ളത്. അപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ടീം ലെവലിൽ ഏറ്റവും കൂടുതൽ എല്ലാവരും ശ്രദ്ധിക്കുന്ന പോലെ തന്നെ നമ്മൾ എല്ലാവരും പ്ലേയേഴ്സിന് നല്ല പ്ലേയേഴ്സിനെ സെലക്ട് ചെയ്യുന്ന പോലെ തന്നെ ഈക്വൽ ആയിട്ട് തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഫസ്റ്റ് ഒരു പോയിന്റ് ആണ്, അതായത് പ്ലേയേഴ്സ് സെലക്ഷൻ. എത്ര പ്ലേയറിനെ സെലക്ട് ചെയ്തിരിക്കുന്നു എന്നതാണ്. ഇപ്പോൾ എത്ര പേര് സെലക്ട് ചെയ്ത പ്ലേയേഴ്സിന് നമ്മൾ സെലക്ട് ചെയ്യുന്നതായിട്ട് കാര്യം. അതായത് നിങ്ങൾ ഒരു ഓപ്പണന്റ് പ്ലെയർ സെലക്ട് ചെയ്യുന്ന പ്ലേയേഴ്സ് നമ്മൾ അതിനേക്കാൾ കുറഞ്ഞ, അതായത് സെലക്ഷൻ കുറഞ്ഞ പ്ലേയേഴ്സിന് സെലക്ട് ചെയ്യുന്നു. ആ പ്ലേയേഴ്സ്, അതായത് സെലക്ഷൻ കുറഞ്ഞ പ്ലേയേഴ്സ് സെലക്ട് ചെയ്ത് നമ്മൾ സെലക്ട് ചെയ്ത പ്ലേയേഴ്സ്, ആ പ്ലേയേഴ്സ് നല്ല രീതിയിൽ പോയിന്റ്സ് എടുക്കുമ്പോൾ മാത്രമാണ് നമുക്ക് നമ്മുടെ പ്രോഫിറ്റ്സ് കൂട്ടാൻ പറ്റുക. പ്രോഫിറ്റ് മീൻസ് നമ്മുടെ പോയിന്റ്സ് നല്ല രീതിയിൽ കയറിപ്പോകും. അല്ലാതെ എല്ലാവരും സെലക്ട് ചെയ്ത ഒരു ടീം പ്ലെയറിനെ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അതുകൊണ്ട് നമുക്ക് റാങ്കിലേക്ക് എത്താൻ പറ്റില്ല, ഒരു GL വിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ഫസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ സെലക്ഷൻ. അപ്പോൾ നിങ്ങൾ എങ്ങനെ ചെയ്യേണ്ടത് പറഞ്ഞാൽ, ഒരു ടീമിൽ ഞാൻ ഒരുപാട് മാച്ച് പ്ലേയേഴ്സ് ഡ്രീം ടീമും എല്ലാ കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിയ സമയത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഞാൻ തന്നെ ഒരുപാട് പ്രാവശ്യം ഇട്ട സമയത്ത് എനിക്ക് നോക്കി ഞാൻ ടീമൊക്കെ റേറ്റ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചപ്പോൾ ശ്രദ്ധിച്ച ഒരു കാര്യമാണ്, ഞാൻ എപ്പോഴാണോ ഏറ്റവും കൂടുതൽ ലോ സെലക്ഷൻ ഉള്ള ഒരു പ്ലേയേഴ്സിനെ പിക്ക് ചെയ്യുന്ന ആ പ്ലെയർ കളിക്കുന്നതുകൊണ്ട് മാത്രമേ എനിക്ക് നല്ല രീതിയിൽ ഒരു റാങ്ക് എത്താൻ ചില മാച്ചസിൽ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലായ്പ്പോഴും നിങ്ങൾ ഒരു ടീം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് സെലക്ഷൻ കുറഞ്ഞ ഒരു പ്ലേയേഴ്സിനെ സെലക്ട് ചെയ്യുക. അതായത് ഓൾമോസ്റ്റ് 20% താഴെ സെലക്ഷൻ ഉള്ള ഒന്നോ രണ്ടോ പ്ലേയേഴ്സിനെ മസ്റ്റായിട്ട് നിങ്ങളുടെ ടീമിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. ആ പ്ലേയേഴ്സ് അത്യാവശ്യം നന്നായി കളിക്കുകയും വേണം. അങ്ങനെയുള്ള ഒരു പ്ലേയേഴ്സിന് 2 പേര് നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി. സോ നിങ്ങൾക്ക് ജസ്റ്റ് ടീം എടുത്താൽ തന്നെ അറിയാൻ പറ്റും. കുറേ മാച്ചസിൽ പ്രീവിയസ് മാച്ചിൽ 2 മാച്ച് എടുത്ത് നോക്കിയാൽ ഇപ്പോൾ കാണാൻ പറ്റും അഗർവാൾ നിങ്ങൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്ലെയർ ആണെന്ന് ജസ്റ്റ് അഗർവാളിൽ വേണമെങ്കിൽ ട്രൈ ചെയ്യുക. നിങ്ങളുടെ ടീമിൽ ഒരു എക്സ്ട്രാ ഒരു ഇതിന് വേണ്ടി നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഒരു അഗർവാൾ ട്രൈ ചെയ്ത് വെക്കുക. അതുപോലെ ഇതുപോലെ എല്ലാ പ്ലേയേഴ്സിനും എല്ലാ മാച്ചും ഏതെങ്കിലും സെക്ഷനിൽ ഇതുപോലെ 2-3 പ്ലേയേഴ്സ് ഉണ്ടാവും. സോ അവർ അണ്ടർ റേറ്റഡ് ആയിരിക്കും. അത് സെലക്ഷൻ വളരെ കുറവായിരിക്കും, പക്ഷെ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് നല്ല സ്കോർ എടുത്തു തരുന്ന കുറച്ച് പ്ലേയേഴ്സ് ഉണ്ട്. അവർ പൊതുവെ സെലക്ഷനും വളരെ കുറവായിരിക്കും, കുറച്ച് പേരും അത് സെലക്ട്. ഇപ്പം നമ്മൾ നടരാജൻ കാണുന്ന പോലെ തന്നെയാണ്. കഴിഞ്ഞ മാച്ചിൽ ആകെ നമ്മുടെ IPL മാച്ചിൽ ഒരു മാച്ച് കളിച്ചുള്ളൂ, ഒരു മാച്ചിന് 83 പോയിന്റ് എടുത്തിട്ടുണ്ട്, ഡ്രീം ടീമിനും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ നടരാജനെ സെലക്ട് ചെയ്തവർ അന്ന് ആ മാച്ച് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കി എന്നാണ് സത്യം. അപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ, അപ്പോൾ നിങ്ങൾ എപ്പോഴും ഈ ഒരു കാര്യം മസ്റ്റായി നിങ്ങൾ ശ്രദ്ധിക്കുക. എപ്പോഴും നിങ്ങൾ സെലക്ഷൻ കുറഞ്ഞ 2 പ്ലേയേഴ്സിനെ നിങ്ങളുടെ ഡ്രീം ടീമിൽ നിങ്ങൾ GL ട്രൈ ചെയ്യുന്നവരെ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അത് മസ്റ്റ് ആണ്. നിങ്ങൾ ഒരിക്കലും ഈ ഒരു കാര്യം മിസ്സാക്കരുത്. നിങ്ങൾ എല്ലാ ടീമിലും GL ടീമിൽ ട്രൈ ചെയ്യുന്ന സമയത്ത് ഈ ഒരു പ്ലെയർ, അത് ഒന്നോ രണ്ടോ പ്ലേയേഴ്സ് 20% താഴെ സെലക്ഷൻ ഉള്ള അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കാൻ ചാൻസ് ഉള്ളത്, അതായത് പെട്ടെന്ന് ഫോമിലോട്ട് വരുന്ന 2-3 പ്ലേയേഴ്സിനെ ആഡ് ചെയ്ത് മസ്റ്റ് നിങ്ങൾ ടീമിൽ ഇൻക്ലൂഡ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നല്ല രീതിയിൽ കളിക്കുന്ന നല്ല രീതിയിൽ സെലക്ഷൻ ഉള്ള ഒരു പ്ലേയേഴ്സിനെ പോലും നിങ്ങൾ ഇതിന് വിടരുത്. അതായത് ഇപ്പോൾ സെലക്ഷൻ ഇപ്പോൾ ഈ കാണുന്ന പോലെ തന്നെ ഇപ്പോൾ പാർത്തനെ നോക്കണമെങ്കിൽ 79% സെലക്ഷൻ ഉണ്ട്. അപ്പോൾ 79% സെലക്ഷൻ ഉള്ള പറഞ്ഞ് ഒരിക്കലും നിങ്ങൾ ഈ ടീമിൽ നിന്ന് വിടരുത്. കാരണം മസ്റ്റായിട്ട് നിങ്ങൾ ഈ ടീമിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. ഒരിക്കലും വിട്ട് കളയരുത്. കാരണം വിട്ട് കളയാൻ നിങ്ങൾ അവർക്ക് കിട്ടുന്ന പോയിന്റ്സ്, അതായത് ഓപ്പണന്റ് സെലക്ട് ചെയ്തിരിക്കുന്ന പോയിന്റ്സ് മൊത്തം നിങ്ങൾക്ക് കിട്ടേണ്ടതാണ്. അതായത് ഓപ്പണന്റ് നിങ്ങളുടെ പ്ലേയേഴ്സ്, നിങ്ങളുടെ ഓപ്പണന്റ് കളിക്കുന്ന പ്ലെയർ GL ട്രൈ ചെയ്യുന്ന ഒരാൾ കളിക്കുമ്പോൾ അവർ ഈ പാതിനെ സെലക്ട് ചെയ്തിട്ടുണ്ട് പറഞ്ഞാൽ അവർക്കും ഈ പോയിന്റ് കിട്ടും. അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്ലെയറിന് മിസ്സായി കഴിഞ്ഞാൽ ബാക്കിയുള്ള 79% പേർക്ക് ഈ പോയിന്റ് കിട്ടുന്നതുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മസ്റ്റായിട്ട് ഇതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഏറ്റവും കൂടിയ സെലക്ഷനുള്ള പ്ലേയേഴ്സിനെ മിസ്സാക്കരുത്. അതുപോലെ ഏറ്റവും സെലക്ഷൻ കുറഞ്ഞ നല്ല രീതിയിൽ കളിക്കുന്ന പ്ലേയേഴ്സിനെ മിസ്സാക്കാതിരിക്കുക. അപ്പോൾ ഇത് മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു റഫ് ടീം പോലെ ഞാൻ ഇട്ടിട്ട് നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അടുത്തൊരു ടിപ്പ് പറയുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഒരു അടിപൊളി ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തരാം. ആപ്ലിക്കേഷൻ്റെ പേര് കുബേര ഫാൻറ്റസി ആണ്. ഈ ആപ്ലിക്കേഷൻ നോക്കുകയെന്ന് പറഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾ ഒരു പ്ലെയറിനെ മാത്രം പിക്ക് ചെയ്ത് വിൻ ചെയ്യാൻ പറ്റിയ അടിപൊളി ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള ഒരു ആപ്ലിക്കേഷനാണ്. സോ മസ്റ്റ് നിങ്ങൾ ട്രൈ ചെയ്ത് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നത്. അവിടെ നിങ്ങൾക്ക് സൈനപ്പ് ചെയ്യുന്ന സമയത്ത് 100 രൂപ സൈനപ്പ് ബോണസ് കിട്ടുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഈ കാണുന്ന പോലെ തന്നെ ഇതിൻ്റെ ടോപ്പിൽ ഡുവോഷൻ ഓപ്ഷൻ ഉണ്ട്. ഇതാണ് നമ്മുടെ മെസ്റ്റ് ആയിട്ടുള്ള സംഭവം. ഇത് ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഏത് കോൺടെസ്റ്റ് ആണ് ജോയിൻ ചെയ്യുക, ആ കോൺടെസ്റ്റ് ടച്ച് ചെയ്ത ശേഷം ഈ 5 പ്ലേയേഴ്സിൽ നിന്ന് ഏതെങ്കിലും ഒരു പ്ലെയറിനെ പിക്ക് ചെയ്ത് കോൺടെസ്റ്റ് ജോയിൻ ചെയ്താൽ മതി. ആ പ്ലെയർ, നിങ്ങളുടെ ഓപ്പണന്റ് പിക്ക് ചെയ്യുന്ന പ്ലെയറിനേക്കാളും നിങ്ങൾ പിക്ക് ചെയ്ത പ്ലെയർ പോയിന്റ്സ് കൂടുതൽ എടുക്കാൻ നിങ്ങൾ സിംപ്ലി വിൻ ചെയ്യണം. അപ്പോൾ 11 പ്ലേയേഴ്സിന്റെ കാര്യങ്ങളൊന്നും നോക്കൊന്നും വേണ്ട. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡ്രീം ലെവലിൽ, നമ്മുടെ നോർമൽ ഡ്രീം ലെവലിൽ കളിക്കുന്ന കുറേ കോൺടെസ്റ്റുകളുണ്ട്. സോ 300 രൂപ കോൺടെസ്റ്റ് ഒക്കെ ഇവിടെ 260 രൂപയ്ക്ക് കിട്ടും. സോ വളരെ കമ്മീഷൻ കുറവാണ്. നിങ്ങൾ അവിടെ 5 കളിക്കുന്നുണ്ട് പറഞ്ഞാൽ ഇവിടെ 6
കോൺടെസ്റ്റ് ജോയിൻ ചെയ്യാൻ പറ്റും സെയിം എമൗണ്ട് കൊണ്ട്. അപ്പോൾ മസ്റ്റായിട്ട് ഈ ആപ്ലിക്കേഷൻ ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ ഡൂ പ്രോ ഉണ്ട് ഫീച്ചർ ഉണ്ട്, അതും അടിപൊളിയാണ്. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള മസ്റ്റായി ട്രൈ ചെയ്യേണ്ട ആപ്ലിക്കേഷൻ. നിങ്ങൾ ഡ്രീം ലെവലിൽ നിങ്ങൾക്ക് ലോസ് ഉണ്ടാക്കുന്നവരാണോ തീർച്ചയായിട്ടും ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നോക്കുക. അതിൻ്റെ ലിങ്ക്, ഈ ആപ്ലിക്കേഷൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ മസ്റ്റായി ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്ത് നോക്കുകയാണ് പറഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത ക്യാപ്റ്റൻ വി സി സിയിൽ നിങ്ങൾ GL ട്രൈ ചെയ്യുമ്പോൾ മസ്റ്റായി ചെയ്യേണ്ടത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഒരിക്കലും ക്യാപ്റ്റൻ വി സി സി കൊടുക്കുന്ന ക്യാപ്റ്റൻ വി സി വൈസ് ക്യാപ്റ്റൻ കൊടുക്കുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾ ടോപ്പിലുള്ള രണ്ടുപേര് കൊടുക്കരുത്. GL ട്രൈ ചെയ്യുന്നവർ തീർച്ചയായിട്ടും ടോപ്പിൽ രണ്ടുപേര് കൊടുക്കരുത്. ടോപ്പിലുള്ള രണ്ടുപേര് കൊടുക്കുന്നതിന് പകരം നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കുന്ന വേറെ 2 പ്ലേയേഴ്സിനെ ആഡ് ചെയ്ത് നോക്കുക. സോ ഇപ്പം ടോപ്പിലുള്ള ആൾ നന്നായി കളിക്കുന്നവരാണ് പറഞ്ഞാൽ കുഴപ്പമില്ല, കൊടുക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. ഇപ്പം ഞാനിപ്പോൾ ജസ്റ്റ് രവീന്ദ്രനെ കൊടുത്തിട്ടുണ്ട് ക്യാപ്റ്റൻ. പക്ഷെ നിങ്ങൾ വൈസ് ക്യാപ്റ്റൻ കൊടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു ലോ സെലക്ഷൻ വാങ്ങി നന്നായി കളിക്കുന്ന ഒരു പ്ലെയറിനെ ആഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ ഇപ്പോൾ നല്ലപോലെ. ഞാൻ എം റഹ്മാനെ ഞാൻ ആഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ എം റഹ്മാൻ നന്നായി കളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വേറെ ഒരു പ്ലെയേഴ്സ് പോലും ആഡ് ചെയ്ത് ഒരുപാട് പോയിന്റ്സ്, ഇരട്ടി പോയിന്റ്സ്, അതും ക്യാപ്റ്റൻ ഒരു 2%, 3% മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എം റഹ്മാൻ നന്നായി കളിക്കുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായി നല്ല പോയിന്റ്സ് കിട്ടും, നല്ല ടോപ്പിൽ പോകുന്നത്. അതേസമയം നിങ്ങൾ മേലെ തന്നെയുള്ള ഒരു പ്ലെയറിനെ നല്ല സെലക്ഷൻ സെലക്ഷനുള്ള അതായത് വൈസ് ക്യാപ്റ്റൻ സെലക്ഷനുള്ള ഒരു പ്ലെയറിനെ ആഡ് ചെയ്യുന്നതിനേക്കാൾ ഒരുപാട് ബെറ്റർ ആയിരിക്കും. ഈ ഒരു പ്ലെയർ ഒരു പോയിന്റ്സ് കൂടുതൽ എടുത്താൽ പോലും നിങ്ങൾക്ക് അതിൻ്റെതായ ഒരു ഇമ്പോർട്ടൻസ് കൂടുതൽ കിട്ടും. പോയിന്റ്സ് നല്ല രീതിയിൽ നിങ്ങൾ വിൻ ചെയ്യാൻ ചാൻസ് കൂടുതലായിരിക്കും. മസ്റ്റായിട്ട് ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. നിങ്ങൾ ടീം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് സെലക്ഷൻ കുറഞ്ഞൊരു വൈസ് ക്യാപ്റ്റനോ തീർച്ചയായിട്ടും ആഡ് ചെയ്ത് നോക്കുക. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ട് എല്ലാ ടീമിലും ഫോളോ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഡ്രീം ടീം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടൈമിൽ കിട്ടുന്ന കാര്യത്തിൽ ഉറപ്പാണ്. അപ്പോൾ മസ്റ്റായിട്ട് ഈ ഒരു കാര്യം ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രൂപ്പ് ചോദിച്ചാൽ അതുപോലെ തന്നെ കുബാര ഫാൻസ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാ ആപ്ലിക്കേഷൻ്റെ അതുപോലെ ടെലിഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും മസ്റ്റ് ട്രൈ ചെയ്യാം. താങ്ക് യു.